ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. 2024 നേവി SSR ആൻഡ് MR എക്സാം എഴുതിയ എല്ലാ കുട്ടികൾക്കുള്ള മോസ്റ്റ് കോമൺ ഡൗട്ട്സ് ആണ് ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത്. നേവി SSR ആൻഡ് MRലെ ഫസ്റ്റ് ഫേസിലെ എക്സാമിന്റെ റിസൾട്ട് എപ്പോഴാണ് വരാൻ പോകുന്നത്, സെലക്ഷൻ പ്രോസസ്സിലെ അതായത് ഫേസ് 2 സെലക്ഷൻ പ്രോസസ്സ് എപ്പോഴായിരിക്കും സ്റ്റാർട്ട് ആകാൻ പോകുന്നത്, ഫേസ് 2 നിങ്ങൾ പോകുമ്പോൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് കൊണ്ടുപോകുന്ന ഡോക്യുമെന്റ് എന്താണ് എന്നതിനെ കുറിച്ചിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഈ ഒരു വീഡിയോയിൽ ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നതായിരിക്കും. നേവി SSR ആൻഡ് MRലെ ഫേസ് 1 എക്സ്പെക്ടഡ് കട്ട് ഓഫിന്റെ വീഡിയോ ആൾറെഡി ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഇതേ സെയിം ചാനൽ തന്നെ നിങ്ങൾക്ക് വീഡിയോ ലിസ്റ്റിൽ ആ ഒരു വീഡിയോ ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് അറിയാൻ പറ്റുന്നതായിരിക്കും ഫേസ് 2 ആവശ്യമായിട്ടുള്ള മാർക്ക് എനിക്കുണ്ടോ എന്നതിനെ പറ്റിയൊക്കെ. ആ ഒരു വീഡിയോയിൽ പറയുന്ന ഒരു എക്സ്പെക്ടഡ് കട്ട് ഓഫ് ആണ്. ഞാൻ എൻ്റെ പേഴ്സണൽ എക്സ്പീരിയൻസിലാണ് ആ ഒരു കട്ട് ഓഫ് പറഞ്ഞിരിക്കുന്നത്. കേട്ടോ കുട്ടികളെ. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. ഈ ഒരു വീഡിയോ പരമാവധി നിങ്ങൾ നമ്മുടെ കേരളത്തിലെ എല്ലാ ഡിഫൻസ് ഗ്രൂപ്പിലേക്കും ഷെയർ ചെയ്യുക. അന ഡിഫൻസ് അക്കാഡമിയിൽ നേവി SSR ആൻഡ് MRന്റെ ഫേസ് 2 ക്ലാസ്സുകൾ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. ഫേസ് 2 ക്ലാസ് എന്ന് പറയുമ്പോൾ ഫേസ് 1 സെയിം സിലബസ് തന്നെയാണ് ഫേസ് 2 നിങ്ങൾ പഠിക്കേണ്ടത്. ഫേസ് 1 ആ ഒരു റെക്കോർഡഡ് ക്ലാസ്സുകൾ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. ആ ഒരു ക്ലാസ്സുകൾക്ക് താല്പര്യമുള്ള കുട്ടികൾ താഴെ കാണുന്ന കോൺടാക്ട് നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ്. മോക്ക് ടെസ്റ്റ് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. 20 നേവി SSRന്റെ മോക്ക് ടെസ്റ്റ്, 20 നേവി MRന്റെ മോക്ക് ടെസ്റ്റ് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. ബാക്കി ഫുൾ റെക്കോർഡ് ക്ലാസ് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. DPP നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് താഴെ കാണുന്ന കോൺടാക്ട് നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ്. ഈ ഒരു വീഡിയോ പരമാവധി നമ്മുടെ കേരളത്തിലെ എല്ലാ ഡിഫൻസ് ഗ്രൂപ്പിലേക്കും ഷെയർ ചെയ്യുക, സ്പെഷ്യലി എല്ലാ നേവി ആസ്പിരൻസിനും. അപ്പോൾ നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. സോ സിറ്റ് ബാക്ക്, റിലാക്സ്, എൻജോയ് ദ വീഡിയോ. അപ്പോൾ നമുക്ക് ഓരോ കാര്യങ്ങൾ സ്റ്റാർട്ടിങ് മുതലേ നോക്കാം. ആപ്ലിക്കേഷൻ സ്റ്റാർട്ട് ആയത് 13/5 ലാസ്റ്റ് ഡേറ്റ് എന്ന് പറഞ്ഞാൽ 27/5 അതിനുശേഷം പിന്നെ നിങ്ങൾക്ക് കുറച്ച് ദിവസങ്ങൾ കൂടി ഫോം ഫിൽ ചെയ്യാൻ ലഭിച്ചിട്ടുണ്ടായിരുന്നു. നിങ്ങളുടെ എക്സാം നടന്നതെന്ന് പറഞ്ഞാൽ ജൂലൈ 9-നും 15-നും ഇടയിലായിരുന്നു നേവി SSRന്റെ MRന്റെയും എക്സാം. എല്ലാ കുട്ടികളും നല്ലപോലെ എഴുതിയിട്ടുണ്ടെന്ന് അറിയാം എനിക്ക്. ഇംഗ്ലീഷിൻ്റെയും GSന്റെയും പേപ്പർ ഈസി ആയിരുന്നു. സയൻസിൻ്റെ പേപ്പർ പറയുകയാണെന്നുണ്ടെങ്കിൽ മോഡറേറ്റ് ആയിരുന്നു. പക്ഷേ മാത്സിൻ്റെ പേപ്പർ ടോട്ടലി ടഫ് ആയിരുന്നു എനിക്കറിയാം. പക്ഷേ എന്നാലും എല്ലാ കുട്ടികളും സ്റ്റേജ് 1 ക്രോസ് ചെയ്യാനുള്ള മാർക്കിന് വേണ്ടി നല്ലപോലെ അറ്റൻഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി നോക്കാം റിസൾട്ട് എപ്പോഴാണ് വരാൻ പോകുന്നതെന്ന്. കുട്ടികളെ, നിങ്ങളുടെ റിസൾട്ട് വരാൻ പോകുന്നത് എക്സാമിന് ശേഷം 30 to 40 ഡേയ്സിനുള്ളിലാണ്. അപ്പോൾ നമുക്കൊന്ന് എക്സ്പെക്ട് ചെയ്യാം 2024 ആഗസ്റ്റ് 3rd വീക്കോടെ നിങ്ങളുടെ എന്തായാലും റിസൾട്ട് വരുന്നതായിരിക്കും ഫേസ് 1. അപ്പോൾ അറൗണ്ട്ലി പറയുകയാണെന്നുണ്ടെങ്കിൽ ആഗസ്റ്റ് 16 അല്ലെങ്കിൽ 22-നിടയിൽ എന്തായാലും നിങ്ങളുടെ എക്സാമിൻ്റെ റിസൾട്ട് വരുന്നതായിരിക്കും. അതായത് ഫസ്റ്റ് ഫേസിൻ്റെ സ്റ്റേജ് 1 നിങ്ങളുടെ എക്സാമിൻ്റെ റിസൾട്ട് വരുന്നതായിരിക്കും. അപ്പോൾ കുട്ടികൾക്കുള്ള ഡൗട്ടാണ്, സ്റ്റേജ് 1 എക്സാം റിസൾട്ട് വന്നതിന് ശേഷം എത്ര ദിവസത്തിനുള്ളിലായിരിക്കും സ്റ്റേജ് 2 എക്സാം നടക്കാൻ പോകുന്നത് എന്നതിനെ കുറിച്ചിട്ട്. കുട്ടികളെ, ഫേസ് 2 നിങ്ങളുടെ നേവി SSRന്റെയും അതുപോലെ തന്നെ നേവി MRന്റെയും ഫേസ് 2 നിങ്ങളുടെ എക്സാം സ്റ്റാർട്ട് ആകാൻ പോകുന്നത്. എക്സാം എന്ന് ഉദ്ദേശിക്കുന്നത് എന്താണ്? ആ സെലക്ഷൻ പ്രോസസ്സിൽ സ്റ്റാർട്ടിങ്ങിൽ വരുന്ന എന്താണ്? ഡോക്യുമെന്റ് വെരിഫിക്കേഷൻ വരും. അതായത് നോർമൽ വെരിഫിക്കേഷൻ, നിങ്ങൾ കൊണ്ടുപോയി ഇമ്പോർട്ടൻറ്റ് ഡോക്യുമെന്റ്സ്, അതുകൂടി ഈ ഒരു വീഡിയോയിൽ ഞാൻ പറയുന്നുണ്ട്. അതിനുശേഷം PFT ആണ്. PFT പാസ്സായാലേ നിങ്ങൾക്ക് എന്താണ് നെക്സ്റ്റ് എക്സാം അറ്റൻഡ് ചെയ്യാൻ പറ്റത്തുള്ളൂ. മനസ്സിലായി? അപ്പോൾ അതെല്ലാം സെലക്ഷൻ പ്രോസസ്സിൽ വരുന്നതാണ്. അതിൻ്റെ ഡീറ്റെയിൽ വീഡിയോ ഞാൻ ഉടനെ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. നേവി SSR ആൻഡ് MRന്റെ സ്റ്റേജ് 2 സെലക്ഷൻ പ്രോസസ്സിൻ്റെ ഫുൾ അപ്ഡേറ്റ്സ്, എത്ര ദിവസത്തിനുള്ളിലാണ് നടക്കുന്നത്, എങ്ങനെയാണ് നടക്കുന്നത്, അതിൻ്റെ എല്ലാം വീഡിയോ ഉടനെ വരുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ സ്റ്റേജ് 2 പ്രോസസ്സ് സ്റ്റാർട്ട് ആവുന്നത് നിങ്ങളുടെ എക്സാം റിസൾട്ട് വന്നതിന് ശേഷം 40 to 20 ഡേയ്സിനുള്ളിലായിരിക്കും. ഈ പറയുന്ന കാര്യങ്ങളെല്ലാം എന്താണ്? കഴിഞ്ഞ തവണ നേവി SSRന്റെ, അതായത് ഇങ്ങനെയാണ് നടക്കുന്നത്, ഈ പ്രോസസ്സിലാണ് നടക്കുന്നത്. കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ നേവി SSR ആൻഡ് MRന്റെ എക്സാം റിസൾട്ട് വരാനും അതുപോലെ തന്നെ സ്റ്റേജ് 2 പ്രോസസ്സ് സ്റ്റാർട്ട് ആവാനും ഒരു അപ്രോക്സിമേറ്റ് ഡേറ്റ് ഉണ്ട്. അതിനിടയിലാണ് വരുന്നത് തന്നെ. അപ്പോൾ നിങ്ങൾ സ്റ്റേജ് 2 പ്രോസസ്സ് സ്റ്റാർട്ട് ആവുന്ന റിസൾട്ട് വന്നതിന് ശേഷം 40 to 20 ഡേയ്സിനുള്ളിലായിരിക്കും. അപ്പോൾ എന്തായാലും 2024 സെപ്റ്റംബർ 2nd വീക്കോടെ നിങ്ങളുടെ ഫേസ് 2 പ്രോസസ്സും സ്റ്റാർട്ട് ആവുന്നതായിരിക്കും. ക്ലിയർ? അപ്പോൾ നിങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും മനസ്സിലായല്ലോ. ഇനി നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടതാണ് നിങ്ങൾ കൊണ്ടുപോകേണ്ട ഇമ്പോർട്ടൻറ്റ് ഡോക്യുമെന്റ് എന്താണ്. അതായത് സെലക്ഷൻ പ്രോസസ് 2 നിങ്ങൾ പോകുമ്പോൾ കൊണ്ടുപോകേണ്ട ഇമ്പോർട്ടൻറ്റ് ഡോക്യുമെന്റ്. ഇവിടെ എന്ന് പറഞ്ഞാൽ സ്റ്റേജ് 1 അഡ്മിറ്റ് കാർഡ് നിങ്ങൾ മസ്റ്റായിട്ടും കൊണ്ടുപോയിരിക്കണം. എക്സാം എഴുതി കഴിഞ്ഞ ഉടനെ അഡ്മിറ്റ് കാർഡ് ഒന്ന് എടുത്ത് കളയരുതെന്ന് ഞാൻ ആൾറെഡി വീഡിയോസിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമ്മുടെ ഈ ഒരു ചാനൽ ഫോളോ ചെയ്യുന്ന കുട്ടികൾക്കറിയാം. കൂടുതലും കുട്ടികളും മിസ്റ്റേക്ക് കാണിക്കുന്നതാണ്. അതായത് സ്റ്റേജ് 1 എക്സാം കഴിഞ്ഞ ഉടനെ അഡ്മിറ്റ് കാർഡ് എടുത്ത് കളയരുതെന്ന് ഞാൻ പല തവണയും പറഞ്ഞാണ് പല വീഡിയോസിലും. ഓക്കെ, അപ്പോൾ കൊണ്ടുപോകുന്ന ഡോക്യുമെന്റിനകത്ത് ഫസ്റ്റ് പ്രയോറിറ്റി എന്ന് പറഞ്ഞാൽ സ്റ്റേജ് 1 അഡ്മിറ്റ് കാർഡ്, പിന്നെ സ്റ്റേജ് 2 അഡ്മിറ്റ് കാർഡ് ഇനി നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും അത് പാസ്സായതിനു ശേഷം. പിന്നെ ആധാർ കാർഡ്, 10th and 12th മാർക്ക് ഷീറ്റ്, പിന്നെ ഡൊമിസൈൽ സർട്ടിഫിക്കറ്റ്, പിന്നെ സെൽഫ് ഡിക്ലറേഷൻ ഫോം, പിന്നെ 6 പാസ്പോർട്ട് സൈസ് ഫോട്ടോയും നിങ്ങൾ കൊണ്ടുപോയിരിക്കണം. ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാൻ ഉദ്ദേശിച്ചത്. മനസ്സിലായല്ലോ? ഈ പറയുന്ന കാര്യങ്ങളെല്ലാം തന്നെ വളരെ ക്ലിയർ ആയിട്ടുള്ള അപ്ഡേറ്റ്സ് ആണ്. ഇതേ രീതിയിലാണ് എക്സാം റിസൾട്ടും ഫേസ് 2 സെലക്ഷൻ പ്രോസസ്സിൻ്റെ ഡേറ്റും എല്ലാം ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്തിരിക്കുന്നത്. ഡോക്യുമെന്റിൻ്റെ കാര്യങ്ങളും ഷെയർ ചെയ്തിരിക്കുന്നത്. നേവി SSR ആൻഡ് MRന്റെ ഫേസ് 2 റെക്കോർഡഡ് ക്ലാസ്സുകൾ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് താഴെ കാണുന്ന കോൺടാക്ട് നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ്. കേട്ടോ കുട്ടികളെ, ഒട്ടും മടിക്കേണ്ട. ഈ ഒരു കോഴ്സിനോടൊപ്പം നിങ്ങൾക്ക് ഇവിടെ നിന്ന് മെഡിക്കൽ അവയർനെസ്സും അതോടൊപ്പം തന്നെ ഫിസിക്കൽ ഫിറ്റ്നസിൻ്റെ ഫുൾ ട്രെയിനിങ്ങും ലഭിക്കുന്നതായിരിക്കും. ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ ഉടനെ തന്നെ ജോയിൻ ചെയ്യുക. സെലക്ഷൻ പ്രോസസ്സിൻ്റെ സെപ്പറേറ്റ് ഒരു വീഡിയോ ഞാൻ ഉടനെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ചാനൽ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തതിനു ശേഷം റൈറ്റ് സൈഡിലെ ബെൽ ബട്ടൺ കൂടി ക്ലിക്ക് ചെയ്യുക ഫോർ മോർ വീഡിയോസ്. അപ്പോൾ നമുക്ക് വേറൊരു നെക്സ്റ്റ് വീക്കിൽ കാണാം. താങ്ക് യു സോ മച്ച്. ജയ് ഹിന്ദ്.